കേരളത്തിലെ വിഷ്ണു ക്ഷേത്രങ്ങൾ അവയുടെ വാസ്തുവിദ്യ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഏറെ സവിശേഷമാണ്. അത്തരത്തിലുള്ള 5 പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ച് കേട്ടാലോ? 1. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. കേരളീയ ശൈലിയും ദ്രാവിഡ ശൈലിയും ഒത്തുചേരുന്ന അതിമനോഹരമായ നിർമ്മാണമാണിവിടെയുള്ളത്. അനന്തന്റെ മുകളിൽ ശയിക്കുന്ന രൂപത്തിലുള്ള വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 3 വാതിലുകളിലൂടെ വേണം ഭഗവാന്റെ ഉടൽ കാണാൻ. കടുശർക്കര യോഗം എന്ന അപൂർവമായ കൂട്ടുപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശൂർ. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ തീർത്ഥാടന കേന്ദ്രമാണ്. ചതുർബാഹുവായ വിഷ്ണുവാണെങ്കിലും ഭക്തർ ഗുരുവായൂരപ്പൻ എന്ന ഉണ്ണിക്കണ്ണനായി ആരാധിക്കുന്നു. പ്രതിഷ്ഠിച്ച വിഗ്രഹം പാതാള അഞ്ജനശിലയാൽ നിർമ്മിതമാണ്. ഇവിടുത്തെ തുലാഭാരം, ഉദയാസ്തമന പൂജ എന്നിവ വളരെ പ്രശസ്തമാണ്. 3. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആലപ്പുഴ. ദക്ഷിണ ഗുരുവായൂർ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ ശംഖും പിടിച്ച പാർത്ഥസാരഥി ഭാവത്തിലുള്ള കൃഷ്ണൻ. ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസം ഏറെ പ്രശസ്തമാണ്. ചെമ്പകശ്ശേരി രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 4. തിരുനെല്ലി ക്ഷേത്രം, വയനാട്. ദക്ഷിണകാശി എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. സഹ്യപർവ്വത നിരകളിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ വിഷ്ണുരൂപമാണ് പ്രതിഷ്ഠ. പിതൃതർപ്പണത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലമായി കരുതുന്നു. ബ്രഹ്മാവാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. അടുത്തുള്ള പാപനാശിനി എന്ന അരുവിയിൽ മുങ്ങിക്കുളിച്ചാൽ പാപങ്ങൾ തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 5. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, എറണാകുളം. കൊച്ചി രാജകുടുംബത്തിന്റെ പരദേവതാക്ഷേത്രമാണിത്. അനന്തന്റെ മുകളിലിരിക്കുന്ന ഭാവത്തിലുള്ള മഹാവിഷ്ണുവിന്റെ 4 അടിയോളം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണിവിടുത്തെ പ്രതിഷ്ഠ. അർജുനൻ വൈകുണ്ഠത്തിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടെയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു.